കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ മുനമ്പം സന്ദർശനത്തിന് എതിരായി ഇന്ത്യ സഖ്യം നുണപ്രചാരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും വാക്കുപാലിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. മുനമ്പത്തെ ജനതയ്ക്കായി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവരാണ് പ്രസംഗത്തിലെ പരാമർശത്തെ വളച്ചൊടിക്കുന്നതെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കിരൺ റിജിജുവിന്റെ പരാമർശത്തിലെ ഒരംശമെടുത്ത് ഇന്ത്യ സഖ്യം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുരളീധരൻ വിമർശിച്ചു. ഇതിലൂടെ കേന്ദ്ര സർക്കാർ മുനമ്പൻ നിവാസികളെ വഞ്ചിച്ചു എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇത്രയും കാലം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വഖഫ് ഭേദഗതി പര്യാപ്തമല്ല എന്നുള്ള വാദവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. വഖഫ് ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏതാണ്ട് 20 മണിക്കൂർ നേരത്തെ ചർച്ച നടന്നു, 2 സഭകളിലും കൂടിയായിട്ട്. ഈ 20 മണിക്കൂറിലെ ചർച്ചയിൽ ഒരിടത്ത് പോലും മുനമ്പത്തെ ജനങ്ങളോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ അതല്ല വഖഫ് ഭേദഗതിയിൽ അവർക്ക് അനുകൂലമായിട്ട് എടുത്തിരിക്കുന്ന 40-ാം വകുപ്പ് പിൻവലിക്കാനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങളോട് ബി.ജെ.പി. നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് വാസ്തവത്തിൽ ആടിനെ പട്ടിയാക്കലാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെയും മുരളീധരൻ വിമർശിച്ചു. മുനമ്പത്തെ ജനതയ്ക്ക് ഭൂമി ലഭ്യമാക്കേണ്ട സർക്കാർ അവർക്ക് നീതി ലഭിക്കുവാനുള്ള അവകാശം ഇല്ലാതാക്കുകയാണെന്നായിരുന്നു മുരളീധരന്റെ വിമർശനം. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം തന്നെ ചെയ്തിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. വഖഫ് ബില്ലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ബില്ലിനെ അനുകൂലിക്കാതിരുന്ന ഇന്ത്യ സഖ്യം ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. മുത്തലാഖിന്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് ഇവർ സ്വീകരിച്ചത്. രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നീതി ലഭ്യമാക്കുവാനുള്ള നടപടികളാണ് വഖഫ് ബില്ലിലൂടെ നടക്കുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.